അതിൽ ആദ്യമായിട്ട് അവധൂതനായിട്ട് പരാമർശിക്കുന്നത് ശിവനെയാണ്. യാതൊരു നാണവും കൂടാതെ തൻ്റെ മുമ്പിൽ ദിഗംബരനായി വിവസ്ത്രനായി നിന്ന് നൃത്തം ചെയ്യുന്ന ശിവന്റെ മുമ്പിൽ യാതൊരു ലജ്ജയും കൂടാതെ ആ ദിഗംബരനായി വസ്ത്രമില്ലാതെ നൃത്തം ചെയ്യുന്ന ശിവനെ കണ്ടാസ്വദിക്കുന്ന പാർവതിയെ പോലെ ഇത്രയും വൃത്തികെട്ടവനാണ്. കാരണം പല അവധൂതന്മാരും കിടക്കുന്നത് മറ്റുള്ളവർ മൂത്രമൊഴിക്കുന്നിടത്തും മലമിടുന്നിടത്തുമാണ്. ദേശികൻ സാർ അവധൂത സ്വത്വം എന്നൊരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അതെ. ദേശികൻ സാർ ഈ അവധൂതരെ കണ്ടിട്ടുണ്ടോ? അതെ. എന്താ ശരിക്കും അവധൂതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പറയാം. അവധൂതം എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം സർവവും ഉപേക്ഷിച്ചവർ. ആത്മീയതയിലേക്ക് കാല് വയ്ക്കുമ്പോൾ തന്നെ കുറേയൊക്കെ ഉപേക്ഷിച്ചേ പറ്റും. കുറച്ച് ആസക്തി, കുറച്ച് താല്പര്യം, കുറേ ബന്ധങ്ങളൊക്കെ. അതിൽ തന്നെ ആ ആശ്രമത്തിലേക്ക്, സന്യാസ ആശ്രമം, അതിലേക്കൂടെ കുറച്ചുകൂടെ നീങ്ങുകയാണെങ്കിൽ കുറേ കൂടി ഉപേക്ഷിക്കേണ്ടി വരും. പൂർവാശ്രമം, അതുവരെയുള്ള ജീവിതമൊക്കെ മറക്കണം. ചിലപ്പോൾ അതിന് ബലിയിട്ട് പിണ്ടം വെച്ചായിരിക്കും പുതിയ ജന്മം. ഒരു ജന്മത്തിലെ രണ്ടാമത്തെ പുനർജന്മമായിട്ട് ഈ സന്യാസ ജീവിതത്തെ കണക്കാക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് പൂർവാശ്രമത്തിന് പിണ്ടം വെച്ച് ഇങ്ങനെ ചെയ്യുന്നത്, ബന്ധങ്ങളെല്ലാം വിട്ടു. എന്നിരുന്നാൽ പോലും ഈ ആത്മീയതയിലേക്ക് കടക്കുന്നവരും നല്ല ഭക്തന്മാരും നല്ല സന്യാസിമാരും എല്ലാം തന്നെ ഒരുപാട് വിട്ടുപിടിച്ചിട്ടാണ് ആത്മീയതയിൽ ഉറച്ചു നിൽക്കുന്നത്. വിട്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ബന്ധുക്കളെ, അല്ലെങ്കിൽ പണത്തിനെ, അല്ലെങ്കിൽ അധികാരത്തെ, സ്ഥാനമാനങ്ങളെ, ചില താല്പര്യങ്ങളെ എല്ലാം വിട്ടുപിടിച്ചാലേ ആത്മീയതയിൽ ഉറയ്ക്കാൻ പറ്റും. പക്ഷേ എന്നാൽ ഇവർക്കൊക്കെ എന്തെങ്കിലും കുറേ താല്പര്യം ഉള്ളിക്കിടക്കും. ഇപ്പോൾ സന്യാസിമാർക്കാണെങ്കിൽ മറ്റൊന്നിനോടും ഒരു താല്പര്യം ഇല്ലെങ്കിലും സ്വന്തം ശിഷ്യന്മാരോട് പ്രതിപത്തി കാണാം, സ്വന്തം ആശ്രമത്തിനോട് പ്രതിപത്തി കാണാം, സ്വന്തം ഭക്തന്മാരോടൊരു പ്രത്യേക വിശ്വാസം വരാം. മനസ്സിലായി? ഈ ആത്മീയതയിൽ മാത്രം വിശ്വസിക്കുന്നവർ അങ്ങനെ മാത്രം മുന്നോട്ട് പോകുന്നു. ഏതെങ്കിലും ഒരു സന്യാസി എന്നോ ആ ഒരു രീതിയിൽ പോകാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കും ചില സ്നേഹബന്ധം കാണും. എൻ്റെ കൂടെ 5 പ്രാവശ്യം ഹിമാലയത്തിൽ വന്നവനാണ്, എൻ്റെ കൂടെ 5 പ്രാവശ്യം ചതുർധാമിൽ വന്നവനാണ്, എല്ലാ വർഷവും കർക്കിടകത്തിന് ബലിയിടാൻ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച്. ഇങ്ങനെ വിട്ടാലും വിടാതെ നമ്മളെ പുണരുന്ന ചില ബന്ധങ്ങൾ സന്യാസിമാരുൾപ്പെടെ ഉള്ളവർക്കുണ്ട്, ആത്മീയചര്യയിൽ നിൽക്കുന്നവർക്കുമുണ്ട്. എന്നാൽ ഒരാശ്രമവുമായും ബന്ധമില്ലാതെ, ഗൃഹസ്ഥാശ്രമോ മറ്റാശ്രമങ്ങളോ ഒരാശ്രമവുമായി ബന്ധമില്ലാതെ ഒരാളിനെയും ശിഷ്യനാക്കാതെ, ഒരാളിൻ്റെയും ശിഷ്യനാകാതെ, അച്ഛനാര്, അമ്മയാണ് ആര്, ജനിച്ച ദേശമേത്, ഊരെങ്ക്, ഊരെന്ന് പറഞ്ഞ സ്ഥലം എങ്കെന്ന് ചോദിച്ചാൽ അത് തന്നെത്താൻ പോലും അറിയാതെ, ഏത് സ്ഥലത്ത് ജനിച്ചെന്ന് പോലും അറിയാതെ ബന്ധങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തരായവരാണ് അവധൂതർ. 1. 2, ഞാൻ നേരത്തെ പറഞ്ഞ ആത്മീയ സഞ്ചാരികൾക്ക്
എനിക്ക് രാത്രി ഇന്നടത്ത് കിടക്കണം. സന്യാസിമാർക്കാണെങ്കിൽ ആ മഠത്തിലെ അധിപതിയായ ഈ സന്യാസിക്ക് ഗുരുവിന് കിടക്കാൻ പ്രത്യേകിച്ചൊരു ഒരു മുറി കാണും. ശിഷ്യന്മാർക്ക് കിടക്കാൻ വേറെ കാണും. മമത കൊണ്ട് അവിടെ അല്ലാതെ കിടന്നാൽ എവർക്ക് പലപ്പോഴും ഉറക്കം പോലും വരില്ല. അപ്പോൾ കിടപ്പ് മുറിയോടെങ്കിലും ഒരു താല്പര്യമുണ്ട്. ആത്മീയ സഞ്ചാരികൾക്കും അങ്ങനെയുണ്ട്. കാശി പോയാൽ ഞാൻ ഇന്ന സത്രത്തിലേ കഴിയൂ. അതായത് എല്ലാം വിടുന്നില്ല. അവധൂതന്മാരെ സംബന്ധിച്ചിടത്തോളം കിടക്കുന്ന സ്ഥലം, അതിൻ്റെ ശുദ്ധിയോ അതിൻ്റെ വൃത്തിയോ, അത് ആരുടേതെന്നോ, അത് പട്ടണത്തിലാണോ റോഡരികിലാണോ കാട്ടിലാണോ കവലയിലാണോ എന്ന് ശ്രദ്ധിക്കാറില്ല. വീണടം വിഷ്ണുലോകം. എവിടെ കിടക്കണമെന്ന് തോന്നിയാൽ അവിടെ കിടന്നു. ചിലപ്പോൾ നമുക്ക് തോന്നും ഇത്രയും വൃത്തികെട്ടവനാണ്. കാരണം പല അവധൂതന്മാരും കിടക്കുന്നത് മറ്റുള്ളവർ മൂത്രമൊഴിക്കുന്നിടത്തും മലമിടുന്നിടത്തുമാണ്. പല അവധൂതന്മാരും കഴിക്കുന്നത് വലിയ സദ്യകളും മറ്റും വിളമ്പിയിട്ട് അതിൻ്റെ എച്ചിലില കൊണ്ട് കളയുമ്പോൾ ആ എച്ചിലില എടുത്താണ് ആര് കഴിയുന്നത്? കടിച്ചു നക്കുന്നത്. മനസ്സിലായി? ഈ അവധൂതാവസ്ഥയിലേക്ക് വളർന്ന ഒരു പരാമർശം പരീക്ഷത്തിനെ കുറിച്ച് പോലും ഉണ്ട് ഭാഗവതത്തിൽ. പരീക്ഷത്തിനെ ഉപദേശങ്ങളെല്ലാം കൊടുത്ത് ദുഃഖവിമുക്തനാക്കിയിട്ട് ശുഖമകർഷി അവിടുത്തെ മറ്റ് കാര്യങ്ങൾക്കൊന്നും നിൽക്കാതെ ശുകൻ ഓടിച്ചെന്ന് ഒരു സദ്യ വിളമ്പിയ സ്ഥലത്തെ എച്ചിലില എടുത്ത് അത് വാരി തിന്നുന്ന ചിത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് അവധൂതനിലേക്കുള്ള വളർച്ച. ശുദ്ധിയും അശുദ്ധിയും, സ്വന്തവും ബന്ധവും, സുഹൃത്തും ശത്രുവും, രാത്രിയും പകലും, നല്ലതും ചീത്തയും ഒന്നുമില്ല എന്ന് മാത്രവുമല്ല, സാധാരണ ഈശ്വരവിശ്വാസികൾ എന്തു ചെയ്യും? വെളുക്കുമ്പോൾ കുളിക്കണം, വെള്ളമുണ്ടുടുക്കണം എന്ന് പറഞ്ഞാല് രാവിലെ കുളിച്ചു വൃത്തിയായി ദീപം കത്തിച്ചു തൊഴുതു കുറിയിട്ട് കോവിലിൽ പോയി, അല്ലെങ്കിൽ ആശ്രമത്തിലാണെങ്കിൽ ഭജന നടത്തി കീർത്തനം നടത്തി, വൈകുന്നേരത്തും അങ്ങനെ അഹോരാത്രം, ചിലപ്പോൾ സപ്താഹം, ചിലപ്പോൾ അതിനും അപ്പുറം ഒരു മണ്ഡലകാലം, ഇങ്ങനെയൊക്കെ ചെയ്യും. പൗർണമി വ്രതം അല്ലെങ്കിൽ അമാവാസി വ്രതം, ആ വ്രതം ഈ വ്രതമല്ല. ഒരന്തിത്തിരി പോലും കത്തിക്കാതെ, ഒരു ക്ഷേത്രത്തിനകത്ത് പോലും കയറാതെ, എന്നാൽ ആ സങ്കല്പവും ആ ജീവിതവും എല്ലാം സർവനേരവും ആര് ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ മോഹം മരിക്കുന്ന നിമിഷമാണ്. എന്താണ്? മോഹം മരിക്കുന്ന നിമിഷമാണ് മോക്ഷം ജനിക്കുന്നത്. മോക്ഷത്തിൻ്റെ പിറവി എപ്പോഴാണ്? നമ്മളിലെ മോഹം മരിക്കുന്ന മുഹൂർത്തമാണ്. മോഹം ഒരു നല്ല കടുത്ത തോടുള്ള ഒരു വിത്താണ്. ആ
തോട്ടിനകത്ത് ഈ മോഹം അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം നമുക്കെന്ത് കിട്ടൂല? മോക്ഷം കിട്ടൂല. വിത്ത് മണ്ണിൽ മഴവെള്ളം തട്ടി തോട് പൊട്ടിച്ച് പുറത്തു വരുമ്പോൾ വിത്ത് കിളിർത്തെന്ന് പറയും. നമ്മളുടെ ഈ മോഹത്തിൻ്റെ കടു കട്ടി പൊട്ടിച്ച് നമ്മൾ തന്നെ മോഹമില്ലാതായി കഴിയുമ്പോൾ, മോഹമുക്തി നേടുമ്പോഴാണ് നമുക്കെന്ത് കിട്ടുന്നത്? മോക്ഷം. ഈ മോഹമുക്തി വന്നവരാണ് അവധൂതർ. സന്യാസത്തിലും അത് കിട്ടില്ല. ഒരുപാട് പ്രഭാഷണം നടത്തും. ഞാൻ അവധൂതനേക്കാളും മണ്ടേ നിൽക്കുകയാണെന്നൊക്കെ പറയും. കാര്യത്തിലൊന്നുമില്ല. മനസ്സിലായി? അവനാമി ആരാണ്? അവനാമിയോ? അവധൂതൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അവനാമി എന്ന് പറയുന്ന ഒരു അവധൂതനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ട്. അവധൂതൻ ഒരുപാട് പേരിലുണ്ട്. അതില് ഭാരതത്തിലെ എഴുതപ്പെട്ട കൃതികളിൽ അവിടെ ഇവിടെ അവധൂതരെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അതിൽ ആദ്യമായിട്ട് അവധൂതനായിട്ട് പരാമർശിക്കുന്നത് ശിവനെയാണ്. മനസ്സിലായി? നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യുകേണാങ്കാനനെ അധ കാനനെ ദിഗംബരൻ. രാമായണത്തിൽ എഴുത്തച്ഛൻ എഴുതിയതാ. യാതൊരു നാണവും കൂടാതെ തൻ്റെ മുമ്പിൽ ദിഗംബരനായി വിവസ്ത്രനായി നിന്ന് നൃത്തം ചെയ്യുന്ന ശിവന്റെ മുമ്പിൽ യാതൊരു ലജ്ജയും കൂടാതെ ആ ദിഗംബരനായി വസ്ത്രമില്ലാതെ നൃത്തം ചെയ്യുന്ന ശിവനെ കണ്ടാസ്വദിക്കുന്ന പാർവതിയെ പോലെ അല്ലയോ സരസ്വതി, ഈ രാമായണ രചനയിൽ നീ എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ശിവന്റെ കഥകളിൽ ഭാരതത്തിൽ രേഖപ്പെടുത്തിയിടത്തോളം ആദ്യത്തെ അവധൂതൻ ആരാണ്? ശിവനാണ്. അത് കഴിഞ്ഞ് അവതാരങ്ങളിൽ ആദ്യത്തെ അവതാരം ദത്താത്രേയനാണ്. മോള് പറഞ്ഞ പേരല്ല. ആരാണ്? ദത്താത്രേയൻ. ഈ ദത്താത്രേയ മഹർഷി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ 3 പേരുടെയും കൂടെ ഒരുമിച്ചുള്ള അവതാരം. അങ്ങനെ ഭാരതത്തിലേക്ക് ഇങ്ങനെ എടുത്തു വന്നാൽ ഒരുപാട് അവധൂതന്മാർ ഉണ്ടോ. കുരുക്ഷേത്ര യുദ്ധം ആരംഭിച്ചപ്പോൾ യുദ്ധത്തിൽ എനിക്ക് പങ്കെടുക്കാൻ വയ്യ, ഞാൻ യുദ്ധസ്ഥലത്ത് നിൽക്കുകയില്ലെന്ന് പറഞ്ഞു പോകുന്ന വിതുരരുണ്ട്. വിതുരർ യുദ്ധം എല്ലാം കഴിഞ്ഞ് പാണ്ഡവർക്ക് രാജ്യം കിട്ടി, ധർമ്മപുത്രരുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കെ അവിടെ കൗരവരുടെ അച്ഛനും അമ്മയുമായിട്ടുള്ള ധൃതരാഷ്ട്രയെയും ഗാന്ധാരിയെയും ധർമ്മപുത്രരും ആ രാജകൊട്ടാരത്തിൽ ആദരവോടെ പരിപാലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭ്രാന്തൻ ഈ ധർമ്മരാജാവിൻ്റെ ധർമ്മപുത്രരുടെ കൊട്ടാരത്തിൻ്റെ പരിസരത്ത് ഉടുതുണിയില്ലാതെ കറങ്ങുന്നു. എല്ലാവരും ഇത് ആരെന്ന് തപ്പി നടന്നു. ഒടുവിൽ ഒരു അനുചരൻ വന്ന് ധർമ്മപുത്രരോട് പറഞ്ഞു, കണ്ടിട്ട് ആ മുഖച്ഛായ കണ്ടിട്ട് ഇപ്പം മുടിയൊക്കെ വളർന്ന് വസ്ത്രമില്ലാതെ ഭ്രാന്തനായിട്ടാണ് നടക്കുന്നത്. പക്ഷേ മുഖം കണ്ടിട്ട് പഴയ വിതുരരെ പോലെ ഇരിക്കുന്നു. ആദ്യത്തെ വിതുരർ എങ്ങോട്ട് വളർന്നതാണ്? അവധൂതനായി വളർന്നതാണ്. ഈ അവധൂത വിതുരരാണ് ധൃതരാഷ്ട്രയെയും ഗാന്ധാരിയെയും എന്ത് ചെയ്യുന്നത്? മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവരുടെ അവസാനത്തെ ആ യാത്ര, വാനപ്രസ്ഥ യാത്രയുണ്ടല്ലോ, തിരിച്ചു വരാത്ത യാത്ര, വിതുരരോടൊപ്പമാണ് അവർ പോകുന്നത്. ഇപ്രകാരം പ്രപഞ്ചജീവിതം, മനുഷ്യജീവിതം, ഈ പ്രപഞ്ചത്തിൻ്റെ പ്രത്യേകത ആകർഷണമാണ്.
പഠിപ്പിച്ചവനോട് പഠിച്ചവൻ ആകർഷണം, തിരിച്ചും ജനിപ്പിച്ചവനോട് ജനിച്ചവൻ ആകർഷണം, താലി കെട്ടിയവനോട് കെട്ടപ്പെട്ട പെൺകുട്ടിക്ക്. പ്രപഞ്ചം നിലനിൽക്കുന്നത് ഒരു ആകർഷണത്തിൻ്റെ താളത്തിലാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ആകർഷണത്തെ മൊത്തം ഭേദിച്ച് പ്രപഞ്ചത്തിൻ്റെ ആകർഷണം എല്ലാം വിട്ടാൽ ഏതെങ്കിലും ഒരു ആകർഷണം വേണ്ടി, അല്ലാതെ നിൽക്കാനൊക്കില്ലല്ലോ. ബഹിരാകാശത്തിലും ഇപ്പം ഇടയ്ക്കൊരു പയ്യൻ പോയിട്ട് തിരിച്ചു വന്നല്ലോ. ബഹിരാകാശത്തിലും അവിടെ ആകർഷണം ഇല്ലെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടി, ഒരു ഉപാധി വേണ്ടി. അപ്പോൾ ബഹിരാകാശ സഞ്ചാരിക്ക് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ അയാൾക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇത് വേണമല്ലോ, സ്പേസ് വേണമല്ലോ. അതിനെ പിടിക്കുന്നു, അവിടുത്തെ ഒന്നിനെ മാനേജ് ചെയ്യുകയാണ്. ആകർഷണം ഇല്ലാത്തിടത്ത് അവർ സ്വയം ഒരു ആകർഷണം കണ്ടെത്തും. അതുപോലെ പ്രപഞ്ചത്തിലെ ഒന്നിലും ആകർഷിക്കപ്പെടാതെ അവർ മറ്റൊന്നിനെ സ്വന്തം മനസ്സിലേക്ക് ആകർഷിക്കുന്നു, അതിനെ മാത്രം എടുക്കുന്നു. അതിൻ്റെ പേരാണ് പരമാത്മാവ്. ഏത്? പരമാത്മാവ്. പരമാത്മാവിനെ മാത്രം പുൽകിയും പൂണ്ടും ചിന്തിച്ചും പ്രപഞ്ചത്തെ മറക്കുകയാണ്. അതാണ് എവിടെയും കിടക്കുന്നു, എന്തും കഴിക്കുന്നു, ഒരു ബന്ധത്തിലും പെടാതെ. മനസ്സിലായി? ഒരാൾ അവധൂത അവസ്ഥയിലെത്തിയെന്ന് പറഞ്ഞാൽ ശരീരം ഉള്ളപ്പോൾ തന്നെ അവർ മുക്തരായെന്നർത്ഥം. ഒരു സന്യാസിക്കോ സാധാരണ ഭക്തനോ മോക്ഷം കിട്ടണമെങ്കിൽ, മുക്തരാകണമെങ്കിൽ അവരുടെ ശരീരത്തിൽ നിന്ന് ഏത് പോകണം? ജീവൻ പോകണം. ഇത് ജീവൻ സ്വന്തം ശരീരത്തിൽ നിൽക്കുമ്പോൾ തന്നെ മുക്താവസ്ഥയിലേക്ക്, മറ്റൊരു ദിവ്യമായ അവസ്ഥയിലേക്ക് കടന്നവരാണ് ആര്? അവധൂതർ. നമ്മുടെ ഇവിടെ ഒരുപാട് അവധൂതർ. ഞാൻ പറഞ്ഞ പൂന്തുറ സ്വാമി, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗുരു പൂന്തുറ സ്വാമി അനേകം തമിഴ്നാട്ടിൽ മുട്ടം എന്ന് പറയുന്ന കടൽ തീരത്ത് മണ്ടക്കാട് ക്ഷേത്രമുണ്ട്, ദേവീക്ഷേത്രം. അവിടുന്ന് 4-5 കിലോമീറ്റർ അപ്പുറത്താണ് മുട്ടം. അവിടെ 25 വർഷം എനിക്ക് ഈ പറഞ്ഞ പോലെ സന്തത സമ്പർക്കം ഉണ്ടായിരുന്ന ഒരു അവധൂത സ്വാമി അതാണ് ആയിരിക്കുന്നത്. ഞാൻ ഈ രാമേശ്വരം, കന്യാകുമാരി മുതൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും, അതിനപ്പുറത്ത് ഹരിദ്വാറിലും അതിനപ്പുറത്തും ഹിമാലയത്തിലുമൊക്കെ ഉള്ള എത്രയോ 1000-ഓ 10,000-ഓ അല്ല, അതിനപ്പുറത്തുള്ള അവധൂതരെ കണ്ടിട്ടുണ്ട്. ഈ അവധൂതരെല്ലാം എൻ്റെ ഹൃദയത്തിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്രയും ഓർമ്മിച്ചെടുക്കാൻ പറ്റും. ഓർമ്മിക്കാം. അവരുടെ എല്ലാം ഹൃദയത്തിൽ ആരുമുണ്ട്? ഞാനുമുണ്ട്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ സാധാരണ മനുഷ്യനായിരുന്നാൽ നിങ്ങൾക്കൊരു അവധൂതനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. മനസ്സിലായി? ഈ വേട്ടാവളിയനെ കുറിച്ചൊരു കഥ പറയും. വേട്ടാവളിയെ ഇവിടുന്നൊക്കെ കുറച്ച് ചെളിയെടുത്ത്, വേട്ടാവളിയനെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എവിടെയെങ്കിലും കൊണ്ട് ഇങ്ങനെ വച്ച് അതിൻ്റെ അറ്റത്തൊരു ദോരം ഇടും. എന്നിട്ട് ഈ വേട്ടാവളിയൻ ഇങ്ങനെ കറങ്ങി ഏതെങ്കിലും പൂവിലോ ഇലയിലോ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു പുഴുവിനെ എടുത്തുകൊണ്ട്, ഈ പുഴുവിനെ ആദ്യം ഉണ്ടാക്കിയ കൂട്ടിനകത്തേക്ക് കയറ്റിയിട്ട് ആ കൂടങ്ങടയ്ക്കും ചെളി വെച്ചു. ഈ അകത്തിരിക്കുന്ന പുഴു അവിടെ ഇരുന്നിട്ട് തന്നെ ഇതിനകത്ത് ബന്ധനം ചെയ്ത ഈ വേട്ടാവളിയനെ തന്നെ എന്തു ചെയ്യും? ചിന്തിച്ചിരിക്കും. കുറേ കഴിഞ്ഞ് ഈ പുഴു ചിറക് വയ്ക്കും. അതും ഒരു പറക്കുന്ന പരുവാവും. എവിടെ ഇരുന്ന പുഴുവാണ്, പക്ഷെ ഇതെന്തായിട്ടാണ് തിരിച്ചു വരുന്നത്? അതും മറ്റൊരു വേട്ടാവളിയനായിട്ടാണ് വരുന്നത്.
ഞാൻ പറഞ്ഞ മനസ്സിലായി, വേട്ടാവിളിയൻ്റെ കുഞ്ഞല്ല അത്. ഉം. പക്ഷേ വേട്ടാവിളിയനെടുത്ത് അവിടെ കൊണ്ടുവച്ചപ്പോൾ അതിൻ്റെ 24 മണിക്കൂർ ചിന്ത ഏതാണ്? വേട്ടാവിളിയനെ കുറിച്ച് മാത്രം. അങ്ങനെ ചിന്തിച്ച് അതും എന്തായി മാറുന്നു? അതേപോലെ തന്നെയാണ്. ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നോ നമ്മളും അതായി.